stolen the lead in the closing moments here. Jude Bellingham. സ്റ്റോപ്പ് ക്രൈയിങ് യുവർ ഹാർട്ട് ഔട്ട്. ഹൃദയം പൊട്ടിക്കരയുന്നത് നിർത്തൂ. ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ നിറഞ്ഞ ബാനറുകൾ റയൽ മാഡ്രിഡിനെ സ്വാഗതം ചെയ്തത് ഹൃദയം പൊട്ടിക്കരയുന്നത് നിർത്തൂ എന്ന വാചകങ്ങളുടെയായിരുന്നു. ഏതൊരു റയൽ മാഡ്രിഡ് ആരാധകനും ആഗ്രഹിക്കും പോലെ ഞാനും ആഗ്രഹിച്ചു, മരിച്ചു വീണാലും തോൽക്കരുത് എന്ന്. ആദ്യ 15 മിനിറ്റുകളിൽ 2 ഷുവർ ഷോട്ടുകളിൽ നിന്ന് കളി മാഡ്രിഡിസ്റ്റുകൾക്ക് സ്വന്തമെന്ന തോന്നലുണ്ടാക്കിയെങ്കിലും അതെല്ലാം തകിടം മറിച്ചുകൊണ്ട് എർലിംഗ് ഹാളൻഡിലൂടെ സിറ്റി ഇത്തിഹാദിൽ ലീഡെടുക്കുന്നു. അതോടുകൂടി ഇത്തിഹാദിൽ മാഡ്രിഡിൻ്റെ കഥ കഴിഞ്ഞുവെന്ന് പലരും കരുതിയതുപോലെ തന്നെ ഞാനും കരുതിയിരുന്നു. എന്നാൽ പഴയ മാഡ്രിഡിനെ ഓർമ്മിപ്പിക്കും പോലെയായിരുന്നു രണ്ടാം പകുതിയിൽ കാര്യങ്ങളുണ്ടായത്. മാഡ്രിഡിൻ്റെ നിരന്തരം കൗണ്ടറുകൾക്ക് സിറ്റി ചെറുത്തു നിൽക്കേണ്ടി വന്നു. ഒടുവിൽ 60-ാം മിനിറ്റിൽ പഴയതെന്തിനെ ഓർമ്മിപ്പിക്കും പോലെ എംബാപ്പയുടെ മറുപടി ഗോൾ വരുന്നു. ശേഷം വന്ന മിനിറ്റുകൾക്ക് തികച്ചും മരണതുല്യമായ പോരാട്ടത്തിൻ്റെ ഗന്ധമുണ്ടായിരുന്നു. പക്ഷേ ഇത്തിഹാദിൽ വീണ്ടും സിറ്റി ലീഡെടുത്തു, അതും പെനാൽറ്റിയിലൂടെ. ദ സെയിം എർലിംഗ് ഹാളൻഡിലൂടെ. നാളത്തെ ട്രോൾ പേജുകൾ ഒരുങ്ങിത്തുടങ്ങി. മാഡ്രിഡിൻ്റെ ചരമഗീതം കേൾക്കുവാൻ വിമർശകർ ഒരുങ്ങി നിന്നു. പെപ്പും സംഘവും സിറ്റിയുടെ ആരാധകരും നാളെയുടെ സന്തോഷത്തെ മാത്രം ഓർത്തുകൊണ്ടേയിരുന്നു. നിവർത്തിയിട്ട സ്റ്റോപ്പ് ക്രൈയിങ് എന്ന ബാനറിനടിയിൽ ആഹ്ലാദം മടക്കി വയ്ക്കാനാകാതെ അവർ മാഡ്രിഡ് ആരാധകരെ പരിഹസിച്ചു കൊണ്ടിരുന്നു. എന്നാൽ അതിനൊന്നും അധികം ആയുസ്സുണ്ടായിരുന്നേയില്ല. പകരക്കാരനായി ബ്രഹീം ഡിയാസ് വരുന്നുണ്ട്. 86-ാം മിനിറ്റിൽ വിനിയുടെ ഷോട്ട് എഡേഴ്സൺ ചെസ്റ്റ് കൊണ്ട് തട്ടിയകറ്റുന്നു. അതൊരു റീബൗണ്ട് ആകുന്നുണ്ട്. എന്നാൽ എത്തിഹാദിൽ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ സന്തോഷങ്ങൾക്ക് മുകളിലും നാശം വിധിക്കുന്ന ഒന്നായി മാറുകയായിരുന്നു ആ റീബൗണ്ട്. അതെ, ഡിയാസ് തൻ്റെ വലങ്കാലുകൊണ്ട് ആ റീബൗണ്ടിനെ സിറ്റിയുടെ ഗോളുകളിലേക്ക് എത്തിക്കുന്നു. അതോടുകൂടി ആ മത്സരം അങ്ങനെ സമനിലയിൽ തന്നെ അവസാനിക്കുമെന്ന് കമൻട്രികൾ വരെ വാദിച്ചു കൊണ്ടേയിരുന്നു. ഗാലറി അത് വിശ്വസിച്ചു. സെക്കൻഡ് ലെഗിൻ്റെ ചർച്ചകൾ വരെ തുടർന്നിരുന്നു. എന്നാൽ അഹങ്കാരത്തിൻ്റെ ഗന്ധം പടർന്നിരുന്ന ഇത്തിഹാദിനെ സാക്ഷിയാക്കി അവരുടെ പരിഹാസങ്ങൾക്ക് റയൽ മാഡ്രിഡ് മറുപടി പറയുന്നത് 90 മിനിറ്റുകൾക്കുമപ്പുറം ബെല്ലിയിലൂടെയായിരുന്നു. അതെ, സ്വന്തം മണ്ണിൽ ഇത്തിഹാദിനെ കൊന്നു കുഴിച്ചു മൂടി പിള്ളേർ ആ മണ്ണിൽ ചവിട്ടിയൊരു നിൽപ്പുണ്ടായിരുന്നു. തങ്ങളുടെ കണക്കൂട്ടുകൾ അപ്പാടെ തെറ്റിച്ചുകൊണ്ടുള്ള മാഡ്രിഡിൻ്റെ ഉയർത്തിനിൽപ്പ് കണ്ട് സിറ്റി ആരാധകർ റോഡിലൊന്ന് പൊള്ളിപ്പോകുന്നുണ്ട്. മുൻവിധികൾക്ക് മുന്നിൽ തകർന്നുകൊണ്ട് അവരുടെ വിമർശകർ നിസ്സഹതയോടെ സ്വയം സമാധിയായി നിൽക്കുന്നുണ്ട്. ഇത്തിഹാദിനെ സ്വന്തം മണ്ണിൽ ശവപ്പറമ്പൊരുക്കിക്കൊണ്ട് റയൽ മാഡ്രിഡും വിനിയും ബെല്ലിയും ബ്രഹീമെല്ലാം ആഘോഷിക്കുന്നതിനിടയിൽ ഒരു വാചകം കൂടെ അവർ പറയാതെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അത് ഗാലറിയിലിരിക്കുന്ന റോഡ്രിക്കും ബാധകമായിരുന്നു. അത് സ്റ്റോപ്പ് ക്രൈയിങ് യുവർ ഹാർട്ട് ഔട്ട് എന്ന്. ഇനി ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല എന്നറിയാം. രണ്ടാം പാദത്തിൽ തിരിച്ചു വരുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇതിനെല്ലാം മറുപടി അവിടെ എഴുതുമെന്നും പറഞ്ഞു വയ്ക്കാം. എന്നാൽ ഒന്നോർക്കേണ്ടതുണ്ട്, നിങ്ങൾ ക്ഷണിക്കപ്പെടുന്നത് സാന്റിയാഗോ ബെർണാബ്യൂ എന്ന ചെകുത്താൻ കോട്ടയിലേക്കാണ്. പലരും ഉടലും ഉയരും കൊടുത്ത് ചരിത്രം രചിച്ചു വെച്ച മണ്ണിലേക്ക്. അവിടെ വാഴണമെങ്കിൽ നിങ്ങളുടെ ആയുധങ്ങൾക്ക് ഒന്നുകൂടെ മൂർച്ച കൂട്ടേണ്ടതുണ്ട്.